ഇനി എന്നാണ് കത്രിക വയറ്റി കുടുങ്ങിയ സംഭവം ഉണ്ടായതെന്നറിയോ? ഏത് ഷൈല ടീച്ചറിക്കുമ്പോൾ ഉണ്ടായതാണ്. പക്ഷെ അതിപ്പോൾ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. സത്യത്തിൽ ഇപ്പോൾ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ട് ഈ കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴാണ് വീണ ജോർജാണിത് എൻ്റെ കാലത്താണ് ഇത് സംഭവിച്ചതെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഞാനിടക്ക് ആദ്യം വാർത്ത കേട്ടപ്പോൾ വിചാരിച്ച പിന്നെയും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവുന്നതാണ്. അപ്പം അത്തരത്തിൽ കൃത്യമായി മാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു നരേറ്റീവ് ഉണ്ടാക്കാം. ഈ നരേറ്റീവ് ഉണ്ടാക്കുന്നതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ നമ്മൾ കണ്ടു നേരത്തെ. എപ്പോഴാണെന്നറിയാമോ? പപ്പു എന്ന് വിളിച്ചുകൊണ്ടും രാഹുൽ ഗാന്ധി കഴിവില്ലാത്തവനാണെന്നൊക്കെ നമ്മളിൽ മഹാഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിച്ചു പോയിരുന്നു. എന്താ കാര്യം? രാഹുൽ ഗാന്ധിയെ നമ്മൾ രാവിലെ വൈകുന്നേരം കൊണ്ട് സംസാരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കിയതാണ്. ജോഡോ യാത്ര നടത്തുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധിയുടെ ഇമേജ് ഇവിടെ എന്തായിരുന്നു? അപ്പം അതുകൊണ്ട് ഓരോ സമയത്തും ഇതുപോലെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഉള്ളത്. അതിനിപ്പോൾ പഴയ പോലെയല്ല, വലിയ കാശില പോലുമില്ല. സാറ്റലൈറ്റ് മാധ്യമങ്ങളൊന്നും പിടിക്കണ്ട. എന്ത് ചെയ്താൽ മതി? സോഷ്യൽ മീഡിയ പിടിച്ചാൽ. സോഷ്യൽ മീഡിയ കാശ് ചിലവാക്കാനുള്ളവരുണ്ടെങ്കിൽ കൊണ്ടുവരും. ഞാൻ പ്രതിച്ഛായ നിർമ്മാണം നടത്തുന്നത് ഓഫർ ചെയ്യണേ, കാശ് മുടക്കണം. കാശ് മുടക്കിയിട്ട് 100-150 ഫേക്ക് ഐ ഡിയും ഉണ്ടാക്കി വെച്ച് 1500 2000 ലക്ഷക്കണക്കിന് ഫേക്ക് ഐ ഡികൾ ഉണ്ടാക്കി വെച്ച് എന്ത് ചെയ്യാം, ഒരു പ്രതീതി നിർമ്മാണം നടത്താം. ഈ പ്രതീതി നിർമ്മാണത്തിന്റെ കൃത്യത മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയോ? നമുക്ക് തന്നെ ഒരു ഹൈപ്പ് അറിയാതെ സൃഷ്ടിക്കും. ഇവിടെ ഈ ശങ്കറിന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. പേര് പുറത്തു പറയൂല, ഒന്നും പുറത്തു പറയൂല, എന്നിട്ട് രഹസ്യമായിട്ട് കുറെ വിവരങ്ങൾ അവർ പുറത്ത് വിടും. ഈ നമുക്ക് നേരെ ഒരു കാര്യം കണ്ട് നമുക്ക് നോക്കാൻ തോന്നില്ല, നമുക്ക് ഒളിഞ്ഞു നോക്കാൻ ഇഷ്ടമാണ്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ലീക്കായി കിട്ടി എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഫുള്ളായിട്ട് കാണാൻ ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ സിനിമയിലെ രംഗങ്ങൾ ഇവര് തന്നെ ലീക്കായിട്ട് കൊടുത്തു വിടും. പിന്നെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഋത്തിക് റോഷൻ എന്ന് പറഞ്ഞൊരു നടൻ ഒരു സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ആ സിനിമയിൽ അദ്ദേഹത്തിന്റെ സീറ്റ് ബുക്ക് ചെയ്തൊരു വിമാനത്തിൽ. അപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള എല്ലാ സീറ്റുകളും പെൺകുട്ടികൾ ബുക്ക് ചെയ്തു ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി മാത്രം. വാർത്ത വരികയാണ്. ഇതൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പം നമ്മളൊക്കെ അന്ന് അത്ര ബോധമില്ല. ഇന്നിപ്പോൾ നമുക്കും അറിയാം, ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനി അങ്ങനെ കൃത്യമായിട്ടൊരു ഈവന്റ് സംഘടിപ്പിക്കുകയും അങ്ങനെ ആളുകൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഈ വാർത്ത എന്ത് ചെയ്യപ്പെടുന്നതാണ്, പ്ലാന്റ് ചെയ്യപ്പെടുന്നതാണ്. സിനിമയിലൊക്കെ അങ്ങനെ തന്നെ വലിയ ഹൈപ്പ് ഉണ്ടാകുന്നത്.